ಚಿಂದಿ ಉಡಾಯಿಸೋ ಖಾರ ಬಣ್ಣ ರುಚಿಯನ್ನು ನೀಡುತ್ತದೆ. ಮೆಣಸಿನ ಪುಡಿ ಚಿಂದಿ ಉಡಾಯಿಸೋ ಖಾರ ಬಣ್ಣ ರುಚಿ. പോയിന്റിൽ 13 പോയിന്റുകൾ ഇതിനകം തന്നെ പരിശോധിച്ചു. ഇന്നിപ്പോൾ അടയാളപ്പെടുത്തിയതിൽ ഏറ്റവും അവസാനത്തെ പോയിന്റ് ഈ പറയുന്ന 13ാമത്തെ പോയിന്റാണ്. ഇത് വിപുലമായ രീതിയിൽ അനിൽകുമാറിന് ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാവുന്നതാണ്. അതായത് സാധാരണ 1 മുതൽ 12 വരെ പോയിന്റുകളിൽ കളിച്ച് നടത്തിയിരുന്നു. ഇതിൽ വിപുലമായ ഒരു ഏരിയ അടയാളപ്പെടുത്തി വെച്ചിരുന്നില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ, അതായത് കൂട്ടത്തോടെ ഒരുപാട് മൃതദേഹങ്ങൾ ഈ 13ാമത്തെ പോയിന്റിൽ മറവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സാക്ഷി വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതായത് 1 2 മൃതദേഹങ്ങളല്ല, അതിലുമധികം കൂട്ടത്തോടെ ഒരുപാട് മൃതദേഹങ്ങൾ അടക്കം ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ മറവ് ചെയ്തിരിക്കുന്ന കുഴിച്ചുകൂടിയിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ 13ാമത്തെ സ്പോട്ട് എന്നുള്ളതാണ് സാക്ഷി വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഈ 13ാമത്തെ പോയിന്റിൽ ഇത് നടത്താനുള്ള തിരച്ചിൽ അതീവ നിർണായകമാണ്. ഇവിടെ നിന്നും കാര്യമായ തെളിവുകൾ, അതായത് കൂട്ടത്തോടുകൂടി മൃതദേഹങ്ങൾ എന്ന് പറയുന്ന ഈ 13ാമത്തെ പോയിന്റിൽ നിന്നും കാര്യമായ തെളിവുകൾ ലഭിച്ചിട്ടില്ല എങ്കിൽ ഈ പറയുന്ന അന്വേഷണം, ഈ പറയുന്ന കേസ് ധർമ്മസ്ഥലയിൽ ഉയർന്ന ദുരൂഹതകൾ, ചോദ്യങ്ങൾ അത് ചോദ്യമായും ദുരൂഹതയായും തന്നെ അവശേഷിക്കാനുള്ള സാധ്യതയാണുള്ളത്. അത് പറയുമ്പോൾ കൂടി ഡോക്ടർ ഒരു കാര്യം പ്രത്യേകം പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഇവിടെ നടന്നിട്ടുള്ള, അതായത് സൗജന്യ കൊലക്കേസ് ആയിക്കോട്ടെ, വേദവല്ലി കൊലക്കേസ് ആയിക്കോട്ടെ, അനന്യ ഭട്ടിൻ്റെ തിരോധാനമായിക്കോട്ടെ, അങ്ങനെ ഒരുപാട് പരാതികളായി തന്നെ ഔദ്യോഗികമായി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയ മറ്റ് പല പരാതികളും ഉയർന്നു വരുന്നുണ്ട് എങ്കിൽ കൂടി അതൊന്നും ഔദ്യോഗികമായി പോലീസ് സ്റ്റേഷനിലേക്കോ അല്ലെങ്കിൽ ഔദ്യോഗികമായി പോലീസിന് മുന്നിലേക്കോ എത്തിയിട്ടില്ല. അതിനൊക്കെ ഭയം ഒരു പ്രധാനപ്പെട്ട കാരണമാണ് എന്ന് ആക്ഷൻ കൗൺസിലിൻ്റെ ഭാരവാഹികൾ ഉൾപ്പെടെ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ പരാതികളായി തന്നെ എത്തിയിട്ടുള്ള തെളിവുകളുള്ള കേസുകളിൽ പോലും കൃത്യമായ രീതിയിൽ കോടതിയിലേക്ക് എത്തുമ്പോൾ തെളിവിൻ്റെ അഭാവം കൊണ്ട്, കൃത്യമായ സാക്ഷിമൊഴികളില്ലാത്തതുകൊണ്ടൊക്കെ തള്ളിപ്പോകുന്ന അല്ലെങ്കിൽ പ്രതികളെ വിട്ടയക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. അത് ഈ സാക്ഷിയുടെ വെളിപ്പെടുത്തലിന് അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് തെളിവുകളാണ്. പക്ഷേ അത് പറയുമ്പോൾ കൂടി ഇത്രയും പോയിന്റുകൾ പരിശോധിച്ചിട്ടും കാര്യമായ തെളിവുകൾ കണ്ടെത്തിയിട്ടില്ല എന്നത് ഈ കേസ് ഒരു ചോദ്യചിഹ്നമായി തന്നെ നിലനിർത്തുകയാണ്. എന്തായാലും ഇന്നത്തെ പരിശോധന നിർണായകമാണ്. 13ാമത്തെ പോയിന്റിലാണ് ഇന്ന് പരിശോധന നടത്തുന്നത്. കഴിഞ്ഞ ദിവസം സാക്ഷി മറ്റൊരു അപ്രതീക്ഷിതമായ, അതായത് 11ാമത്തെ പോയിന്റിൽ പരിശോധന നടത്താൻ വേണ്ടി തയ്യാറെടുക്കുമ്പോഴാണ് സാക്ഷി തനിക്ക് പുതുതായി